പുതിയ യു.ഡി.എഫ് സർക്കാർ അധികാരമേറ്റ് ഭരണരംഗത്ത് അഴിച്ചുപണികൾക്ക് തുടക്കമിട്ടതിന് തൊട്ടുപിന്നാലെ സംസ്ഥാനത്തെ IAS വൃത്തങ്ങളിലും ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലും വൻ പുകിലുകൾക്ക് തിരികൊളുത്തി ചീഫ് സെക്രട്ടറി A. ജയതിലകിനെതിരെയുള്ള പുതിയ പെൻഷൻ വിവാദം. സർവീസിൽ നിന്നും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജയതിലകിന് ചട്ടങ്ങൾ മറികടന്ന് മുൻകൂർ പെൻഷൻ അനുവദിച്ച മുൻ സർക്കാരിന്റെ നടപടി റദ്ദാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പുതിയ സർക്കാരിന് മുന്നിലെത്തിയിരിക്കുന്നത്. ജയതിലകിനെതിരെ മുൻപും നിരവധി പരാതികൾ നിലവിലുണ്ടെന്നും അതെല്ലാം പുതിയ സർക്കാർ വിശദമായി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി V.D. സതീശന്റെ ഓഫീസ് സൂചന നൽകുന്നുണ്ടെങ്കിലും വിരമിക്കൽ ഘട്ടത്തിൽ കടുത്ത നടപടികളിലേക്ക് കടന്ന് ബ്യൂറോക്രസിയുമായി ഒരു പരസ്യ യുദ്ധത്തിന് മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ കുളത്തൂർ ജയ്സിംഗാണ് മുഖ്യമന്ത്രി V.D. സതീശന് ഇത് സംബന്ധിച്ച് നേരിട്ട് പരാതി നൽകിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു ഉദ്യോഗസ്ഥൻ വിരമിക്കുന്ന ദിവസത്തിലോ അല്ലെങ്കിൽ അതിന് തൊട്ടു പിറ്റേന്നോ മാത്രമാണ് പെൻഷൻ ആനുകൂല്യങ്ങൾ അനുവദിച്ച് പൊതുഭരണ വകുപ്പ് ഔദ്യോഗിക ഉത്തരവ് പുറപ്പെടുവിക്കാറുള്ളത്. എന്നാൽ ജയതിലകിന്റെ കാര്യത്തിൽ പുതിയ യു.ഡി.എഫ് സർക്കാർ തീരുമാനമെടുക്കേണ്ട വിഷയത്തിൽ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ ഭരണത്തിന്റെ അവസാന നാളുകളിൽ മുൻകൂട്ടി ഇടപെടുകയും ജയതിലക് സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുന്നതിന് മുൻപ് തന്നെ പെൻഷൻ ആനുകൂല്യം അനുവദിച്ച് ഉത്തരവിറക്കുകയുമായിരുന്നു. ഈ നടപടി പ്രസ്തുത മാനദണ്ഡങ്ങൾക്ക് പൂർണ്ണമായും വിരുദ്ധമാണെന്നും നിലവിലുള്ള ഭരണവ്യവസ്ഥിതിയെ അട്ടിമറിക്കുന്നതാണെന്നുമാണ് പരാതിയിലെ പ്രധാന ആക്ഷേപം. പുതിയ സർക്കാർ അധികാരമേറ്റ് കൃത്യം ഒരു മാസം തികയുന്ന ഘട്ടത്തിലാണ് നിലവിലെ ചീഫ് സെക്രട്ടറി A. ജയതിലക് വിരമിക്കുന്നത്. ജയതിലകിനെതിരെ ചട്ടലംഘനങ്ങളുടെയും ഭരണപരമായ ക്രമക്കേടുകളുടെയും നിരവധി പരാതികൾ പുതിയ സർക്കാരിന്റെ മുന്നിലുണ്ടെന്നത് വസ്തുതയാണ്. എന്നാൽ വിരമിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരു ചീഫ് സെക്രട്ടറിക്കെതിരെ പെൻഷൻ ഉത്തരവ് റദ്ദാക്കുന്നത് പോലുള്ള പെട്ടെന്നുള്ള കടുത്ത അച്ചടക്ക നടപടികളിലേക്ക് പോകാൻ മുഖ്യമന്ത്രി V.D. സതീശന് താല്പര്യമില്ലെന്നും സൂചനയുണ്ട്. വിരമിക്കൽ ഘട്ടത്തിൽ ഇത്തരമൊരു നടപടി ഉണ്ടാക്കിയേക്കാവുന്ന ഭരണപരമായ പ്രതിസന്ധികളും നിയമപരമായ സങ്കീർണതകളും ഒഴിവാക്കാനാണ് സർക്കാർ താൽക്കാലികമായി ശ്രമിക്കുന്നത്.